പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സീലിംഗ് അടിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളെങ്കിലും പൊള്ളി ഇളകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നുള്ളതും അതെങ്ങനെ മാറ്റാമെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഈ 2025 കാലഘട്ടത്തിൽ പോലും ഇപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ മൊത്തമായും കാണുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിന്ന് പണി കിട്ടിയ ഒരു തട്ടാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പണി കിട്ടാനെ കൊണ്ടുള്ളൊരു മെയിൻ ഒരു കാരണം എന്താ വെച്ചാൽ ഈ തട്ട് ജനദാസമാണ് ഇത് അടിച്ചിട്ടിരുന്നത്. അപ്പം ഏകദേശം ഒരു 2 ട്രിപ്പ് ഇത് പെയിൻറ്റിങ് കഴിഞ്ഞു. അപ്പം തന്നെ അവർ ജനദാസം അടിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നല്ല കട്ടിക്ക് തന്നെ ഒടുങ്ങിയിരിക്കും. അപ്പം നമ്മളിത് അടിക്കുന്നതിന് മുമ്പ് തന്നെ നോക്കിയപ്പം അവിടെ ഇവിടെയൊക്കെ പൊള്ളി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ ബ്ലേഡ് എടുത്തെല്ലാം ഒന്ന് ചിരണ്ടി എല്ലാം കളഞ്ഞിട്ട് നല്ലതുപോലെ ഒരു കോട്ട് പ്രൈമർ അടിച്ചു. അപ്പം പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ വൈറ്റ് അടിക്കുന്നത്. അപ്പോൾ 2 കോട്ട് വൈറ്റ് അടിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1 കോട്ട് വൈറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ വന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തട്ടേ നോക്കിയപ്പോൾ ഇത് കണ്ടല്ലേ, ഇതുപോലെ പൊള്ളി ഇളകി നിൽക്കും. അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പം വീട്ടുകാർ നമ്മളോട് പറഞ്ഞത് ജനദാസം തന്നെ അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഇപ്പോൾ ആരും ജനദാസം ഒന്നും അടിക്കില്ല. അപ്പം നമുക്ക് അതുകൊണ്ട് വൈറ്റ് അടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനാണ് പ്രൈമറും വൈറ്റും എല്ലാം അടിക്കാൻ വേണ്ടി സമ്മതിച്ചത്. അപ്പം തന്നെ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ എന്ത് സംഭവിച്ചാലും അത് മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടാലും നമ്മൾ മാറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ ശരിയാക്കി തരാമെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ പൊള്ളി ഇളകി കണ്ടടമെല്ലാം വീണ്ടും നമ്മൾ ഇതുപോലെ ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും നമ്മൾ പ്രൈമർ അടിച്ചിട്ട് വീണ്ടും വൈറ്റ് അടിച്ചു. പക്ഷേങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ സംഭവിച്ചു. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ആദ്യം കണ്ടതിനേക്കാളും ശകലം കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ വീണ്ടും ഇതുപോലെ തന്നെ പൊള്ളി നിൽക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ പൊള്ളി ഇളകിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മളൊരു പുട്ടി ബ്ലേഡ് എടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ചിരണ്ടി കളയുക. ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ചിരണ്ടുക. അപ്പം തന്നെ നമ്മൾ ഈ ചിരണ്ടുമ്പം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇത് നമ്മൾ സാധാരണ സീലിംഗ് അടിക്കുമ്പോൾ വലിയ കട്ടിയൊന്നും കാണത്തില്ല, പക്ഷേ ഇത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിത് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ടത് പാടാണ്. കാരണം ഇത് നമ്മൾ ഇളക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയും മൊത്തം ഇളക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ എടുത്തുകൊണ്ട് മൊത്തം ഈ ജനദാസം മൊത്തം അടിച്ച് കളയുക. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി കളയുക. അതാണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇറങ്ങിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ ജനദാസം എന്തോ അല്ലെ സ്നോസം എന്തോ എന്നൊക്കെ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴൊക്കെ നമ്മളെല്ലാം വാട്ടർ പെയിൻ്റ് അല്ലേ, നമ്മളിങ്ങോട്ട് എടുത്ത് ചുമ്മാ ഒന്ന് കലക്കുന്നു അങ്ങ് അടിച്ച് വെക്കുന്നില്ല. പക്ഷേ പണ്ടെന്നൊക്കെ അങ്ങനല്ല. അത് ജനദാസം ഒക്കെ ഉപയോഗിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം പറഞ്ഞു വന്നത് ഇതുകൊണ്ടല്ലേ, നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് മൊത്തം പിന്നെ ഇളകി പോരുക ചെയ്യുന്നത്. നല്ലതുപോലെ ഇളകുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മൊത്തം കളഞ്ഞാലേ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലായി ഇപ്പം ആയി നിൽക്കുന്നത്. അപ്പം നമ്മളതെല്ലാം ചിരണ്ടി കളഞ്ഞിട്ട് നമ്മൾ ഒരു 100-ൻ്റെ അടുത്ത് നമ്മളത് നല്ലതുപോലെ ഒന്ന് പിടിച്ച്, അപ്പം നമ്മൾ ഈ ഇളക്കിയതെല്ലാം എന്തെങ്കിലുമൊക്കെ തരിതരിയായിട്ട് പിന്നെ കളഞ്ഞിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ പേപ്പർ പിടിച്ചെല്ലാം ഒന്ന് സെറ്റാക്കുക നമ്മൾ പിന്നെ രണ്ടാമതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൊടിയെല്ലാം ഒന്ന് തൂത്തെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പം ബ്രഷ് ഉപയോഗിച്ച് നമ്മളതെല്ലാം ഒന്ന് തൂത്തെല്ലാം അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ടാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടെറസിൻ്റെ മണ്ട അടിക്കാൻ വേണ്ടി ബർജറിൻ്റെ ഹോം ഷീൽഡ് ഡാം സ്റ്റോപ്പ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് 30 ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ശകലം മതി. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനെക്കൊണ്ട് മറ്റ് പരിപാടിയൊന്നും കാണാത്ത സ്ഥിതിക്ക് നമ്മളൊരു പരീക്ഷണാർത്ഥം നമ്മളിപ്പോൾ അത് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതെന്താ ഈ സാധനം എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഇതിൻ്റെ വിലയെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത് ഈ ഫോണിൻ്റെ ക്യാമറ ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഇത് നമ്മളൊരു പൊട്ടിച്ചിട്ട് നമ്മൾ ഇതുണ്ടല്ലേ നല്ല കട്ടിക്കാണ് സാധനം ഇരിക്കുന്നത്. ഇത് ഉപയോഗിച്ചവർക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു 4-ൻ്റെ പാട്ടയ്ക്കകത്തോട്ട് നമ്മളൊരു കുറച്ച് എടുക്കുകയാണ്. എടുത്തിട്ട് പക്ഷെ നമ്മളിത് ഇതിനകത്ത് ശകലം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം വെള്ളം ചേർത്ത് അടിച്ചെങ്കിലേ നമുക്ക് ഈ തട്ടയിൽ നിൽക്കത്തുള്ളൂ. അല്ലാതെ വെള്ളം ചേർത്ത് അടിക്കാതിരുന്നാൽ ചിലപ്പം അത് ബ്രഷ് കൊണ്ടാണ് നമ്മൾ അടിക്കുന്നതുകൊണ്ട് അതും നല്ല കട്ടിയായിട്ട് അവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് വൃത്തികേടായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ ശകലം വെള്ളം ചേർത്തിട്ട് നമ്മൾ ഒരുപാട് ലൂസാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ തട്ടിനകത്തോട്ട് നമ്മൾ ഈ പൊള്ളി ഇളകിയെടുത്തോട്ടെല്ലാം ഇതൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഫുള്ള് നമ്മൾ അടിക്കുന്നില്ല, കാരണം ഈ പൊള്ളി ഇളകിയിടാൻ മാത്രമേ നമ്മൾ ടച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയാം. നമ്മൾ വൈറ്റ് അടിച്ച സമയത്ത് ഇത് എവിടെയൊക്കെയാണോ പൊള്ളി ഇളകിയത് അവിടെ നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഇതിൻ്റെ പുറത്ത് പ്രൈമർ അടിക്കുന്നേ ഇല്ല. ആ വൈറ്റ് നമ്മൾ അടിച്ചത് ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നേരിട്ട് ഈ സംഭവം നമ്മളങ്ങ് അടിച്ച് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വീണ്ടും ആരും പ്രൈമറൊന്നും അടിക്കാനോ അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നേരിട്ട് ഇത് അതിൻ്റെ മണ്ടയ്ക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അടിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് മറ്റ് പ്രശ്നമൊന്നും ഇല്ലെന്ന് മനസ്സിലായപ്പം നമ്മളിനി നമ്മുടെ അടുത്താണ് നമ്മുടെ പരീക്ഷണം. കാരണം വൈറ്റ് അടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം അനുഭവപ്പെടുന്നത്. മറ്റേ പ്രൈമർ അടിച്ച സമയത്ത് നമുക്കൊന്നും ഒരു ശകലം പോലും പൊള്ളി ഇളകിയിട്ടില്ല.
എല്ലാം വൈറ്റ് അടിച്ച് കഴിയുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ വൈറ്റ് ഒന്ന് അടിച്ച് നോക്കുവാണ്. അടിച്ച് നോക്കി കഴിഞ്ഞിട്ട് ഇത് ഇളകുന്നുണ്ടോ ഇല്ലെന്ന് പറയാം. നമ്മുടെ ഈ വൈറ്റ് അടിയൊക്കെ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. കാരണം നമുക്ക് വീഡിയോ പിടിച്ച് തരാനൊന്നും ആരൊന്നുമില്ല. ഞാൻ തന്നെയാണ് ഇത് ചെയ്യുകയും വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ വരയ്ക്കുന്ന വരയൊക്കെ അത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുമെന്നൊന്നും നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ഫോണിനകത്ത് നോക്കണം, ഭിത്തിയെ നോക്കണം, എല്ലാം കൊണ്ട് നമുക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടാണ്. അത് തന്നെയല്ല നമ്മൾ CD പുറത്തൊക്കെ കയറി നാട്ടിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഴാതെ നോക്കണം. അപ്പോൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ് സത്യത്തിൽ ഈ ക്യാമറ എടുക്കുന്നത്. ആരും ഒരാൾ നമ്മളെ ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരും അതിനൊന്നും മുതിരത്തില്ല. കാരണം അവരവരുടെ ജോലിക്ക് അങ്ങ് പോകത്തുള്ളൂ. അപ്പം പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക. അപ്പം പറ്റുന്ന പോലെയൊക്കെ തന്നെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഈ 25 കാലഘട്ടത്തിൽ ഇതുപോലെ പിന്നെ ജനതാസമൊക്കെ അടിച്ച് തട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു പണി നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മാതൃക ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെല്ലാവരും പറയും ഇപ്പം പുതിയതായിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും ഉണ്ട് ഈ പണ്ടൊക്കെ അടിച്ച പെയിൻ്റൊക്കെ അടിച്ച ആൾക്കാരൊക്കെ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഇപ്പം ചെയ്യിപ്പിക്കുന്നത്. പിന്നെ സ്നോസം ഇല്ലെന്നേ ഉള്ളൂ. ജനതാസത്തട്ടൊക്കെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും പറയാം അതൊക്കെ അടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതി ചെയ്താൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടല്ലോ നമ്മൾ വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം വൈറ്റ് അടിച്ച് നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് അടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് യാതൊരുവിധ കുഴപ്പമോ ഒന്നും കാണുന്നില്ല നമ്മൾ നോക്കിയിട്ട്. അപ്പോൾ ഇതിപ്പം ഒരു പ്രശ്നം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതാ നമ്മൾ വൈറ്റ് അടിച്ച് സെക്കൻഡും അടിച്ചിട്ട് കേട്ടോ. സെക്കൻഡ് അടിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഞാനിപ്പം ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഇപ്പം ഒരാഴ്ച മേലായി. അപ്പം ഇത്രയും ദിവസമായിട്ട് പോലും യാതൊരു കുഴപ്പവും തട്ടില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ചെയ്ത രീതി നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വഭാവമായിട്ട് നിങ്ങൾ ചിന്തിക്കും, നിന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടാണോ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കയറി വീഡിയോ എടുക്കുന്നത്? ചിലർക്ക് എന്തെങ്കിലും മനസ്സിലൊരു തോന്നൽ വരാം. പക്ഷേ നമ്മളത് ചെയ്യുന്നതിനുള്ളൊരു മെയിനായിട്ടൊരു കാരണം, നമ്മൾ ചെയ്യുന്ന സൈറ്റിൽ കംപ്ലയിൻറ്റ് വരുന്നതാണ് നമ്മൾ വീഡിയോ രൂപത്തിൽ കാണിച്ചു തരുന്നത്. അപ്പം ഞാനിപ്പോൾ അത് എനിക്കറിയാവുന്ന കാര്യം ഞാനത് ഞങ്ങളുടെ പണി സൈറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളറിയാവുന്ന കാര്യം മറ്റുള്ളവരെല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.